അങ്കമാലി സ്പന്ദന ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലിശ്ശേരി കാരമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഇന്നലെ ഒരു പുലിയെ പോലത്തെ ഒരു മൃഗത്തെ കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒരു ഇതായിരുന്നു. പുലിയാണ് എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. പക്ഷെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്നപ്പോൾ അത് പുലി മാറി വേറെ ഒരു ജീവിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു വലിയൊരു മടയുണ്ട്. ഈ മടയുടെ വക്കത്താണ് ഇതിരുന്നത്. ഇതിവിടെയാണ് ഈ പുലി വന്നിരുന്ന ഫോട്ടോ താഴെ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ വീഡിയോയിലേക്ക് പോവാം. പ്ലാന്റേഷൻ്റെ കീഴിലുള്ള ഏഴാറ്റുളം ഡിവിഷനിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്ന് ഇന്നലെ കൊന്ന ആടിൻ്റെ അവശിഷ്ടം തേടി ഞങ്ങളെല്ലാവരും തേടുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ വിശാലമായ സീനറിയുള്ള ഒരു പാറമട. ഇത് ലൈസൻസിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു 4 മാസമായിട്ട് നിവർത്തി ഇട്ടേക്കാണ്. ഇപ്പോൾ അവിടെ വിശാലമായ സ്ഥലമാണ്. ഇപ്പോൾ കാടൊക്കെ വെട്ടിത്തെളിച്ചാണ് ഞങ്ങൾ അവിടുത്തെ ഈ കാട് വെട്ടുന്ന ആളുടെയാണ് ആടിനെ നഷ്ടപ്പെട്ടത്. അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ആടിൻ്റെ അവശിഷ്ടങ്ങൾ തല, കാലുകൾ, തൊലികൾ മാത്രമായിട്ട് ഈ കാടിൻ്റെ ഉള്ളിൽ കാണപ്പെട്ടു. പണ്ടം, കുടലൊക്കെ ഇതിൽ കാണപ്പെട്ടു. അപ്പോൾ പുലിയല്ല എന്നാണ് പുലിപ്പൂച്ച എന്ന് പറയുന്ന ഒരു മൃഗമാണ്. അത് പുലിനെ പോലെ തോന്നിക്കുന്ന ഇതാണ് ഫോറസ്റ്റുകാർ പറയുന്നത്. ഈ ഫോട്ടോയിൽ കാണുമ്പോൾ നാട്ടുകാരും അവിടെ ഉള്ളവരൊക്കെ പറയുന്നത് ഇത് പുലി തന്നെയാണ്. എന്തായാലും അവർ പറയണത് 15 കിലോ വലുപ്പമുള്ള ഒരു ആടിനെ ഈ പുലിപ്പൂച്ച എന്ന് പറയുന്ന ജീവി കൊണ്ടുപോകില്ല എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. നാട്ടുകാരുടെ അഭിപ്രായം ഒരിക്കലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അംഗീകരിക്കുന്നില്ല. ഇത് പുലിപ്പൂച്ചയാണ്, കാലിന് വലുപ്പം കുറവാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. അപ്പോൾ തിരയാണ്. തൊലിയും 4 കാലും മാത്രമാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അവർ പറയുന്നത് ഇനിയും വരാൻ സാധ്യതയുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ് ഈ പുലിപ്പൂച്ച, ഇനിയും വരാൻ സാധ്യതയുണ്ടെന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. ഇന്നലെ ഇവിടെ പാലിശ്ശേരി ഭാഗത്ത് പുലി പോലത്തെ ഒരു ജീവിനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് ഞങ്ങളത് അന്വേഷണത്തിന്റെ ഭാഗമായി ഫോറസ്റ്റുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഫോറസ്റ്റുകാർ വന്നപ്പോൾ കണ്ട ഇതാണത്. ഇതൊക്കെ ആടിന്റെ ബാക്കിയുള്ള തലയുണ്ട്, കാലുണ്ട്, തൊലി മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ മനുഷ്യരെങ്ങനെ വെട്ടിക്കൊന്ന് നമ്മൾ ആടുകളെ കഴിക്കണേ അതേപോലെ രീതിയിലാണ് ഇവിടെ ഈ ആടിന്റെ അവശിഷ്ടം കിടക്കുന്നത്. അപ്പൊ ഇതിന്റെ തൊട്ട് മുകളിലാണ് ഈ ആടിനെ കിടന്നതിന്റെ ഒരു 10 മീറ്റർ അപ്പുറത്താണ് പുലി വന്നിരുന്ന ഫോട്ടോ നമുക്ക് കണ്ടത്. പുലിയാണെന്ന് പറയുന്നില്ല, പുലിയെ പോലത്തെ ഒരു പൂച്ച. ഇന്നലെ പുലിനെ കണ്ട സ്ഥലത്താണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പുലി എവിടെ കിടന്നതെന്ന് പറഞ്ഞാലേ ഇവിടെയാണ് ഈ പുലി കിടന്നിരിക്കുന്നത്. ഇവിടെയാണ് ഈ പുലി കിടന്നത്. ഈ പുലിനെ വീഡിയോ എടുത്തത് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ്. ആ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് വീഡിയോ എടുത്തത്. അതുകൊണ്ടാണ് ക്ലാരിറ്റി ഇല്ലാഞ്ഞത്. കണ്ട ഇത്ര സ്ഥലത്ത് കണ്ട ആ പുലി വന്നിരുന്ന കല്ലൊക്കെ കണ്ട. ഇവിടുന്ന് ഈ കല്ലൊക്കെ താഴേക്ക് തട്ടിയിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ എല്ലാ അടയാളങ്ങളും താഴെയുണ്ട്. കാരമറ്റത്തെ മെമ്പർമാർക്കും ജനങ്ങൾക്കും പറയാനുള്ളത് ഭയങ്കര പുലി ഭീതിയെ കുറിച്ചിട്ടാണ്. നമുക്ക് പോയാലോ? ഇന്നലെ വൈകിട്ട് ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു 3:30 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഇവിടെ ഒരു കർഷകനായിട്ടുള്ള സലീം എന്ന് പറഞ്ഞ ആളുടെ ആടിനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞ അദ്ദേഹം നമ്മളെ വിളിച്ചു പറയുമായിരുന്നു. ഇവിടുത്തെ മുൻ വാർഡ് മെമ്പർ അനീഷിനെയും അതുപോലെ ഇപ്പോഴത്തെ കൺസെന്റ് വാർഡ് മെമ്പർ രേണിതേനെയും എന്നെയും വിളിച്ചു പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം കൂടുതൽ ആളുകളെ അറിയിച്ചതിന്റെ ഭാഗമായിട്ട് മറ്റുള്ള ആളുകളോടി വന്നപ്പോഴാണ് അവർക്കത് അവരുടെ മൊബൈലിൽ ഫോട്ടോയിൽ പകർത്താനായിട്ട് പുലിയുടെ കാര്യം പകർത്താൻ പറ്റിയത്. അങ്ങനെ ഇന്നലെ ഒരു സന്ധ്യയോടുകൂടി അന്വേഷണം ഞങ്ങൾ കയറി ഇവിടെയൊക്കെ നോക്കി. അതിനുശേഷം ഞങ്ങൾ പുറത്തോട്ട് പോയി. ഇന്ന് വീണ്ടും ഇപ്പോൾ 9 മണിയോട് അടുത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം ഡെപ്യൂട്ടി റേഞ്ചർ ഓഫീസർ അടക്കം നമ്മളിവിടെ വന്ന് കയറി ഇത് പരിശോധിക്കേണ്ട. ആ പരിശോധനയുടെ ഭാഗമായിട്ട് നമുക്ക് ഇന്നലെ പിടിച്ചുകൊണ്ടുപോയി എന്ന് പറഞ്ഞ ആ ആടിന്റെ അവശിഷ്ടങ്ങൾ, തലയും കാലുകളും തോലും മാത്രം അവശേഷിക്കാവുന്ന രീതിയിലുള്ള അവശിഷ്ടങ്ങൾ കണ്ടെത്തി. കൊണ്ടക്കാടിന്റെ അകത്തുനിന്ന് കണ്ടെത്തി. അതിന്റെ ഭാഗമായി അത് കൃത്യമായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചപ്പോൾ അവര് പറയാൻ കഴിഞ്ഞത് ഇത് പൂച്ചപ്പുലി എന്ന് പറയുന്ന ഒരു നാമത്തിൽ അറിയപ്പെടുന്ന ഒരു പുലി വർഗത്തിൽപ്പെട്ട ഒരു ഇനമാണെന്നും ഇവിടെ നാടൻ ഭാഷയിൽ മൺചട്ടി എന്ന് പറയപ്പെടുകയും ചെയ്യുന്ന ഒരു ഇനമാണെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഇന്നലെ കർഷകനായി സംസാരിച്ചതിന്റെ ഭാഗമായി നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഏതാണ്ട് 15 കിലോയിലധികം വരുന്ന ഒരു മുട്ടനാടിനെയാണ് പിടിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. തീർച്ചയായും ആ ആടിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ, കാലും കൈയും തലയും ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ ഭക്ഷിച്ചെങ്കിൽ തീർച്ചയായും നമുക്കതൊരു വലിയ വലിപ്പമുള്ള ഒരു മൃഗമായി തന്നെ കാണേണ്ടി വരും. അങ്ങനെ ഒരു ആശങ്കയിലാണ് നാട്ടുകാർ. പ്രത്യേകിച്ച് ഇവിടെ നമ്മുടെ നാട്ടില് ഈ സംഭവം നടന്നതിൽ നിന്നും ഏകദേശം 500 മീറ്റർ മാറി അംഗൻവാടി മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന ഒരു വലിയ അംഗസംഖ്യയുള്ള ഒരു വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂൾ കൂടി ഇതിന്റെ പ്രാന്തപ്രദേശത്തുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടുകാരടക്കമുള്ള ആളുകൾക്ക് വലിയ ആശങ്കയാണ്. കൊച്ചുകുട്ടികൾ
കൂടുതലും ഭൂരിഭാഗമായി കാൽനടയായിട്ടാണ് സ്കൂളിലേക്ക് ബഹുഭൂരിപക്ഷം ഇതിനോട് അടുത്ത് കിടക്കുന്ന കുട്ടികളെല്ലാം വിദ്യാർത്ഥികളെല്ലാം വരുന്നത്. അപ്പൊ ആ ഒരു പേടി അങ്ങനെ നാട്ടിലാകെ പടർന്നു പോവുകയാണ്. നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇന്നലെ കണ്ടിട്ടുള്ള ഫോട്ടോയിൽ നമ്മൾ കാണുമ്പോൾ ഫോട്ടോയിൽ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇനമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതില് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞ പോലെ പുള്ളിയായിട്ടുള്ള ഒരു പാടല്ല അതിന്റെ ശരീരഭാഗത്ത് കാണുന്നത്, മറിച്ചൊരു സ്ട്രിപ്സ് ആണ്, ഒരു ലൈൻ പോലെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തി ചേർന്നിട്ടുള്ളത്. ഇനി പറഞ്ഞിട്ടുള്ളത് റേഞ്ചർ ഓഫീസർ അധികം വൈകാതെ 10-11 മണിയോടുകൂടി ഇവിടെ സ്ഥലത്തെത്തും. ഈ ആടിന്റെ അവശിഷ്ടങ്ങളെല്ലാം പരിശോധിച്ച് ക്യാമറയും അതോടൊപ്പം തന്നെ കൂടും സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇത്രയാണ് ഇതായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നാട്ടുകാരെന്ന നിലയിൽ പലപ്പോഴായിട്ട് നമ്മളത് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അധികാരികളോട്. ഇവിടെ പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ രീതിയിൽ റബ്ബർ തോട്ടം അടക്കം, അതുപോലെ കൃഷി ചെയ്യാൻ കാട്ടുപന്നിയുടെയൊക്കെ ശല്യം മൂലം പല കൃഷിഭൂമികളും ഇപ്പൊ തരിശായി കിടന്ന അവിടെ പൊന്തക്കാടുകൾ നന്നായി തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കാട്ടിൽ വസിക്കുന്ന മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരികയും ആ നാട്ടിൽ വന്നു കഴിയുമ്പോൾ അവർക്ക് ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് തുല്യമായ രീതിയിൽ ഇവിടെ നമ്മുടെ പ്രകൃതി ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട അധികാരികളോട് ഞങ്ങൾ പലവട്ടം ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഗ്രാമസഭയിലടക്കം പലവട്ടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരം ഭൂമിയിലെ ആളുകളെ, ഭൂമി കച്ചവടവുമായി ബന്ധപ്പെട്ടൊക്കെ ഭൂമികൾ വാങ്ങിയിട്ടുണ്ടാവും, ആ ഭൂമികളെ വില്ലേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ആളുകളുടെ അഡ്രസ്സ് കണ്ടെത്തി ആ ഭൂമി വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യാൻ ആവശ്യമുള്ള ആളുകൾക്ക് പാട്ടത്തിന് കൊടുക്കുകയും മറ്റുള്ള രീതിയിലേക്ക് പോകാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമുക്ക് തീർച്ചയായും ഈ കാടുകൾ വെട്ടിമാറ്റിയാൽ ഇവിടുന്ന് ഈ മൃഗങ്ങളൊക്കെ താനെ ഉൾക്കാട്ടിലേക്ക് തിരികെ പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. എത്രയും പെട്ടെന്ന് ഈ തരത്തിലുള്ള നടപടികൾ അടിയന്തരമായി സ്ഥാപിക്കണമെന്നാണ് ഈ കാര്യത്തിൽ നാട്ടുകാരെ ബന്ധപ്പെടുത്തി നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇതിനു മുൻപും ഇവിടെ ഇവരുടെ തന്നെ ബന്ധുവിന്റെ ഒരു 6-7ഓളം ആടിനെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അന്ന് കർഷകര് ഗുണ്ടൊക്കെ പൊട്ടിച്ചാണ് ഇവിടെ അതിനുള്ള പ്രതിരോധ നടപടികളൊക്കെ ചെയ്തത്. പക്ഷെ ഇപ്പോൾ നമ്മുടെ പാലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളും അവിടെ 700ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റല്, പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലും ഇതിനോട് തൊട്ടടുത്ത് തന്നെയാണ്. ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ മുകളിലായിട്ടാണ് ഈ മല വരുന്നത്. അപ്പൊ ഒരുപാട് ആളുകൾ ദൈനംദിനം യാത്ര ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഫോറസ്റ്റ് ഓഫീസേഴ്സിനോട് നമ്മൾ അടിയന്തരമായിട്ട് കൂട് സ്ഥാപിക്കണമെന്ന് സംസാരിച്ചിട്ടുണ്ട്. അതുമായിട്ടുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകാൻ എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള സഹകരണം ഉണ്ടാകും. ഇതിനും മുന്നേ ഇവിടെ 3-5 ആടിനെ കൊണ്ടുപോവുകയും അതിനെ പ്രതിരോധിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇത് വലിയൊരു അപകടം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കാണുന്ന കാട്, ഇവിടെ റബ്ബറിന് വിലയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മേട് ഭാഗത്തെ റബ്ബറുകളിലെല്ലാം കാടാണ്. ഒരു പുലിയല്ല ഒരു ആന കയറിയെന്നാൽ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ കാടുകൾ, ഈ കാടുകൾ വെട്ടി നശിപ്പിച്ചില്ലേ തന്നെ ജനങ്ങൾക്കൊരു ഭീതിയാണ്. ഇതിലെ ഈ മേട് വട്ടം മുറിച്ച് മുന്നറപ്പള്ളി ഭാഗത്തേക്കൊക്കെ ആളുകൾ തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ പോകുന്നതാണ്. അപ്പൊ ഇപ്പോൾ ആളുകൾക്ക് ഒരു ആശങ്കയാണ്, ആശങ്ക നാട്ടിലാകെ പറഞ്ഞിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇത് എന്തെന്ന് അറിയുകയും അതിനുവേണ്ട പരിഹാരം കണ്ടെത്തില്ലെങ്കിൽ നാട്ടിലെ പിള്ളേരായാലും ഇതിനോട് ചേർന്ന് തന്നെയാണ് വീടുകൾ, അവിടെയൊക്കെ കൊച്ചു പിള്ളേരുള്ളതാണ്. ഈ പിള്ളേരെ എപ്പോഴും കാരണന്മാരാണെങ്കിൽ ഒക്കെ കൂലിപ്പണിക്കാരാണ്. അവർക്ക് ഏത് സമയം കൊച്ചങ്ങളുടെ തിരിക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു ഭയാനകമായ ഒരു സംഭവമുണ്ട്. അതിനൊരു പ്രതിവിധി റേഞ്ചർ വരുമ്പോൾ റേഞ്ചറായിട്ട് സംസാരിച്ചിട്ട് മെമ്പറും ഉണ്ട്, സൊസൈറ്റി മെമ്പറും കൂടിയൊക്കെ ഉണ്ട്, അവർക്ക് വേണ്ടി സംസാരിച്ച് അതിനൊരു പോംവഴി കണ്ടെത്താൻ ശ്രമിക്കുന്നത്. 2017 ഇവിടെ പുലി വന്നായിരുന്നു ആദ്യമായിട്ട്. അന്ന് എൻ്റെ ഒരു 7 ആടത്തോളം എൻ്റെ പിടിച്ചായിരുന്നു. പിന്നെ ഇവിടെ ഈ ചുറ്റുവട്ടത്തെ ഇവിടെ ഈ ഭാഗത്ത് തന്നെ ഒട്ടുമിക്ക വീടുകളിൽ നിന്നും ആടുകളെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒട്ടുമിക്ക ആടുകളോ വീടുകളുണ്ടായി. ഇപ്പൊ ഇതിങ്ങനെ അടുപ്പിച്ച് വന്ന കാരണം എല്ലാവരും ആട് കൃഷി തന്നെ നിർത്തി. ഇപ്പൊ എന്റെയും ആടുകൾ തീർത്തും ഇപ്പൊ എന്റെ രണ്ടാമത് വന്നിട്ടും എന്റെ ആടിനൊരു 3 എണ്ണത്തിന് പിടിച്ചായിരുന്നു. അന്ന് എന്റെ ആടിനെ മരത്തിന്റെ മുകളിലായിരുന്നു പിടിച്ച് വെച്ചിരുന്നത് മതി. അപ്പൊ ഞാനന്ന് ഇതേമാതിരി സാർമാര് വന്നു, പുലി ഇരുന്ന സ്ഥലം കൊണ്ടുപോയി ഞാൻ കാണിച്ചു കൊടുത്തായിരുന്നു. അവിടെ മരത്തുമ്പോ മാന്തിയ, ഒട്ടുമിക്ക സ്ഥലത്തും മരത്തുമ്പോ മാന്തി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ കാണിച്ചപ്പോ ഇത് പുലി തന്നെയാണെന്ന് പറഞ്ഞു. ഇതിപ്പോ എനിക്കിനി ഇപ്പൊ ആടുകളില്ല, എനിക്ക് ഒരു പശുവും പോത്തനാ ഉള്ളത്. ഇതിപ്പോ അലയിന്റെ ആടിന്ന് പിടിച്ചത്. അലയിന്നലെ ഞാൻ താഴെ നിൽക്കണ്ടായിരുന്നു, ഈ മടയുടെ ഉള്ളിൽ തന്നെ താഴെ പോത്തിനെയും പശുവിനെ ഞാൻ മാറ്റി കെട്ടിക്കൊണ്ട് വന്നിരുന്ന ആടുകൾ ഇവിടെ മുകളിൽ നിൽക്കണ്ടായിരുന്നു. അളിയൻ ആ ഭാഗത്തായിരുന്നു താഴെ നിന്നായിരുന്നത്. അല്ലെങ്കിൽ സൗണ്ട് കേട്ടിട്ട് ഓടി കയറി വന്നത്. ഇപ്പൊ സൗണ്ട് കേട്ട ഇപ്പൊ വന്ന് നോക്കിയപ്പോ അത് കാണല്ല. അപ്പൊ ആടുകൾക്കുടെ എണ്ണം നോക്കി കഴിഞ്ഞപ്പോ എണ്ണത്തില് കുറവ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ മോനെ വിളിച്ചു പറഞ്ഞു. അപ്പൊ അവൻ കൂടി വന്നു കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചു മുകളിൽ വന്നു കഴിഞ്ഞപ്പോ. അപ്പൊ എന്തോ പറ്റിയെന്ന് കരുതിയാൽ എന്നെ വേഗം വിളിച്ചു കഴിഞ്ഞപ്പോ ഒന്ന് വരാൻ പറഞ്ഞ് ഞാൻ പട്ടികളെ അയച്ചിട്ട് കൊണ്ടുവന്നു. ആ പട്ടികളെ അയച്ചിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ ഇവൻ കടന്നു പോകുന്ന പിടിച്ചുകൊണ്ട് പോകുന്ന ചാല് ഞങ്ങൾ കണ്ടു. ആ ചാലിക്കട ഞങ്ങൾ ചോര വീണക്കുന്നത് കണ്ട് അങ്ങനെ ആ ചാല് നോക്കി തന്നെ ഈ കുന്നിന്റെ മുകളിലേക്ക് അവിടുന്ന് കുറെ ദൂരം ഉണ്ട്, 100 മീറ്ററിലധികം ഉണ്ട് ഈ ഭാഗത്തേക്ക് കയറി വന്നെങ്കിൽ. കാടിന്റെ ഉള്ളിൽ കൂടെ തന്നെ അവൻ കൊണ്ടുപോകുന്നത്.
അപ്പൊ ഞങ്ങൾക്ക് കടക്കാൻ പറ്റാത്ത സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോ ഒരു ഇഞ്ചക്കാടുന്ന ആ ഇഞ്ചക്കാടിന്റെ അടുത്ത് ഇത് കിടക്കുന്നതിന്റെ തൊട്ടടുത്ത് ഞങ്ങൾ വന്നായിരുന്നു. ഞങ്ങൾ വന്ന് അവിടെ വന്ന് നോക്കിക്കൊണ്ട് ഞങ്ങൾ പോയത്. പിന്നെ ഞങ്ങൾ പോയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും വേറെ ടീം അപ്പൊ ആൾക്കാരോട് ഒന്ന് പറഞ്ഞു മതി ഇങ്ങനെ പുലിയാണ്. അപ്പൊ ഞങ്ങൾ അവിടെ ഒരു കാൽപാദം കണ്ടു കഴിഞ്ഞപ്പോ പുലിയാണെന്ന് തോന്നി. അതിന്റെ പാദം മുമ്പ് ഞാൻ ഇതേമാതിരി പുലി വന്നപ്പോ ആ പാദം കണ്ടിട്ടുണ്ട്. അത് കാരണം ഇത് പുലിയുടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്നിട്ട് ആൾക്കാരെ അറിയിച്ചോളാൻ പറഞ്ഞു. അപ്പൊ എന്റെ പെണ്ണ് ആദ്യം പമ്പിലേക്ക് വിളിച്ചു പറഞ്ഞു. അവള് പമ്പില് ജോലി ചെയ്യുന്നത്. അപ്പൊ അവൾ വിളിച്ചു വന്നപ്പോ അവര് അന്ന് പുലിനെ പോയി കാണാമെന്ന് പറഞ്ഞ് അവിടെ ഉണ്ടോ നോക്കാന്ന് പറഞ്ഞ് തൊട്ടപ്പുറത്തെ പറമ്പിന്റെ ചേട്ടന് ആ ചേട്ടനും കൂടി കടന്നു വന്നു. അവര് അവിടെ അപ്പുറത്ത് വന്ന് ഇവിടെ താഴെ വന്നതുകൊണ്ട് വന്നപ്പോ തന്നെ ഈ മടയിലേക്ക് കയറിയപ്പോ തന്നെ അവര് കണ്ടായിരുന്നു. അവര് അവിടെ കണ്ടപ്പോ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങളെ വിളിച്ചത്. അപ്പൊ ഇവര് താഴെ ഫോറസ്റ്റുകാർ വന്നിട്ടുണ്ടായിരുന്നു. താഴെ നിന്ന് കയറി ഇങ്ങനെ വന്നുള്ളായിരുന്നു. അപ്പൊ തന്നെ ഞാൻ പെങ്ങളെ വേഗം വിളിച്ചു പറഞ്ഞു അങ്ങനെ ഫോട്ടോ കിട്ടിയിട്ട് പുലി മുകളിൽ ഉണ്ടെന്ന് പറഞ്ഞു. നീ കണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ അവൻ അങ്ങനെ പറഞ്ഞു എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വേഗം നമ്പർ കൊടുത്ത് അവര് വിളിച്ച് കണക്ട് ചെയ്തത്. ഈ കാണുന്ന വിടവിലാണ് ഈ പുലിനെ കണ്ടത്. ഈ പുലിനെ ഷൂട്ട് ചെയ്തത് പുലിയുടെ പിക്ചർ എടുത്തത് ഈ മൂലയ്ക്ക് നിന്നാണ്.